കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് പിന്നാലെ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓഡിറ്റ് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് ജൂലൈ 25 മുതൽ 31 വരെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധന നടത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നുണ്ടോ എന്നറിയാൻ വകുപ്പിലെ വിജിലൻസിനെ ചുമതലപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ജൂലൈ മാസം 25 മുതൽ 31 വരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ സ്കൂളുകളിൽ നേരിട്ട് പരിശോധന നടത്തണം. 7 പേരുള്ള ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ DD, RDD, AD, DO, AIO, അധ്യാപന കോർഡിനേറ്റർ, BRC ഉദ്യോഗസ്ഥർ, 6 ഡയറ്റ് പ്രിൻസിപ്പൽ, 7 ഉദ്യോഗസ്ഥന്മാരുണ്ട്. 7 ഗ്രൂപ്പായി മാറും ഒരു ജില്ലയിൽ. ഈ പരിശോധന നടത്തുന്നോ എന്നുള്ളവരെ നിരീക്ഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസ് ടീമിനെ ചുമതലപ്പെടുത്തുന്നുണ്ട്. വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്ത്, അപകടമുണ്ടായതിനു ശേഷം എല്ലായിടത്തും വലിയ കർശനമായിട്ടുള്ള പരിശോധനയും നടപടികളിലേക്കും നീങ്ങുന്നു എന്നുള്ളതാണ്. ഇനി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്? സ്വാതി, പരിശോധന നടത്താൻ മാത്രമല്ല, ഈ പരിശോധന നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വിദ്യാഭ്യാസ വകുപ്പിലെ വിജിലൻസിനെ ചുമതലപ്പെടുത്തുക കൂടി ചെയ്യുകയാണെന്നാണ് മന്ത്രി പറയുന്നത്. അതിൽ പ്രധാനമായും മിഥുൻ്റെ മരണത്തോട് ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായത്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഈ സംവിധാനവുമായി ബന്ധപ്പെട്ട് ധാരാളം പ്രശ്നങ്ങളുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് സ്കൂളിലെ സാഹചര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ കൃത്യമായൊരു പരിശോധന നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ ഈ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഇറക്കിയ സർക്കുലറിലെ കാര്യങ്ങൾ സ്കൂളുകളിൽ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. സമഗ്രമായ പരിശോധന, അതായത് സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ നില എങ്ങനെയാണ്, അതുപോലെ കുട്ടികൾ പഠിക്കുന്ന ക്ലാസ് മുറികളുടെ അവസ്ഥ എങ്ങനെയാണ്, മഴക്കാലമാകുമ്പോൾ ചോർന്നൊലിക്കുന്ന സ്ഥലങ്ങളുണ്ടോ, അത്തരം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ കാര്യങ്ങൾ പഠിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ പരിശോധനകൾ കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ വിജിലൻസിനെ കൂടി ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഈ ജൂലൈ 25 മുതൽ 31 വരെയാണ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ നേരിട്ട് സ്കൂളിലെത്തി പരിശോധന നടത്തുന്നത്. അതിന് കൂടാതെ തന്നെ ഈ ഉദ്യോഗസ്ഥർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആഗസ്റ്റ് 12-ന് യോഗം ചേർന്നുകൊണ്ട് നടപടികൾ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിക്കാനാണ് നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഈ കുട്ടികളുടെ ജീവൻ വെച്ച് കളിക്കുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്നും കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കാനുമാണ് ഇപ്പോൾ നിലവിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ കാർത്തികപ്പള്ളി സ്കൂളുമായി ബന്ധപ്പെട്ട മേൽക്കൂര തകർന്ന വിഷയത്തിലും നിലപാട് വ്യക്തമാക്കി. കെട്ടിടത്തിൽ ക്ലാസ് നടക്കുന്നില്ലെന്നാണ് അറിയിച്ചത്. പക്ഷേ അത്തരത്തിൽ ഉപയോഗി ശൂന്യമായിരുന്നെങ്കിൽ അത് പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു. പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് നാളെ തന്നെ ആരംഭിക്കും. അവിടെ മാധ്യമങ്ങൾക്കുള്ള വിലക്കുൾപ്പെടെ തെറ്റായ നടപടിയാണെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഏതാണെങ്കിലും സംസ്ഥാനത്തെ സ്കൂളുകളുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വരുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സ്കൂളുകളിൽ പരിശോധന നടത്തി, ഓഡിറ്റ് നടത്തി ഈ സാഹചര്യങ്ങൾ മനസ്സിലാക്കാനും പരിമിതികളുള്ള സ്ഥലങ്ങൾ കണ്ടെത്താനുമുള്ള നടപടികളിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നിരിക്കുന്നത്. അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ? ശരി അജിത്, കൊല്ലം തേവലക്കരയിലെ മിഥുന്റെ മരണത്തിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഓഡിറ്റ് നടത്താൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകുകയും ചെയ്തിട്ടുണ്ട്.